പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് നിയുക്ത മുഖ്യമന്ത്രി ശ്രീമാൻ വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട്ടിൽ പോയി സന്ദർശിക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ നമ്മൾ കേൾക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയല്ല, മുഖ്യമന്ത്രി ആയാലും സതീശൻ മുഖ്യമന്ത്രി ആയാലും പിണറായി വിജയനോടുള്ള സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഇത്രത്തോളം നിലനിൽക്കും എന്ന് നമ്മൾ തോന്നിയില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാൻ കഴിഞ്ഞത്. സുഹൃത്തുക്കളെ, അന്ന് വിജയനെ സന്ദർശിച്ചപ്പോൾ സതീശൻ പറഞ്ഞെന്താ? പരിണിത പ്രജ്ഞൻ എന്നാണ് പറഞ്ഞത്. 4 ടേം സംസ്ഥാന സെക്രട്ടറി, 2 ടേം മുഖ്യമന്ത്രിയായിരുന്ന പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാവാണ് വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ പിടിച്ച് അകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് തോന്നി. വീട്ടിനകത്തേക്ക് പോകുന്നു, വീട്ടിനകത്തൊക്കെ ചെന്നിരുന്നിട്ട് വളരെ സ്നേഹവാത്സല്യ ബഹുമാനത്തോടു കൂടിയുള്ള സംഭാഷണം ഒക്കെ നമ്മളന്ന് കണ്ടപ്പോൾ ഈ വിജയനോട് സതീശന് ഇത്രയേറെ ബഹുമാനമുണ്ടാകും എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സുഹൃത്തുക്കളെ, ഞാനത് പറയാൻ കാരണം ഈ വിജയൻ്റെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശൻ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് കണ്ടിട്ടാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വിജയൻ അയാളുടെ 10 വർഷത്തെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം 18 രാജ്യങ്ങളിലേക്ക് 25 വിദേശയാത്രകൾ അദ്ദേഹം നടത്തിയിരുന്നു. 2016-നും 2025-നും ഇടയ്ക്ക് 25 വിദേശയാത്രകൾ നടത്തി. അത് 18 രാജ്യങ്ങളിലായിരിക്കും. അതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം യാത്ര ചെയ്തത് UAE-യിലേക്കാണ്. 7 തവണ UAE-യിലേക്ക് യാത്ര ചെയ്തു. പിന്നീട് അദ്ദേഹം പിന്നെ നെതർലൻഡിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി, ഫ്രാൻസ്, UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഭാഗ്യവാനാണ് കേട്ടോ, കാരണം പിന്നെ ഇത്രയേറെ രാജ്യങ്ങളിലേക്ക് സർക്കാർ ചെലവിൽ പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ് സുഹൃത്തുക്കൾ. അപ്പോൾ അതിലേറ്റവും കൂടുതൽ പോയത് UAE-യിലേക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപക്ഷെ മകനെ കാണാൻ വേണ്ടി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പിന്നെ സംശയമുണ്ട്. 2016-ൽ പോയി, 2018-ൽ പോയി, 2019-ൽ പോയി, 2019-ൽ 2 തവണ പോയി, 2022-ലും 2023-ലും 24-ലും 25 എല്ലാ വർഷവും അദ്ദേഹം കൃത്യമായി പോകുന്നൊരു സ്ഥലം UAE-ആണ്. എന്തായാലും ഇത്രയും രാജ്യങ്ങൾ 18 രാജ്യങ്ങളിലേക്കായി 25 വിദേശയാത്രകൾ നടത്തി. സുഹൃത്തുക്കളെ, ഈ വിദേശ യാത്ര ഒക്കെ നടത്തിയെങ്കിലും അതുകൊണ്ട് കാൽ പൈസയുടെ നേട്ടം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാൽ പൈസയുടെ നേട്ടം ഉണ്ടായിട്ടില്ല. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ് നെതർലൻഡിൽ തിരിച്ചു വന്നെങ്കിലും റൂമിനകത്തേക്ക് റിവർ കയറിയതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ 18 രാജ്യങ്ങളിലേക്ക് 25 യാത്രകൾ. സ്വാഭാവികമായും ആ യാത്രകൾ സംബന്ധിച്ച് ഒന്നും നടക്കാതിരുന്ന സാഹചര്യത്തിൽ ആ യാത്രയ്ക്കൊക്കെ വേണ്ടി എത്ര ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്നത് അറിയാൻ പൊതുപ്രവർത്തകർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. കാരണം സർക്കാരിൻ്റെ പണം ചെലവഴിച്ചിട്ടാണല്ലോ ഈ യാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ കുടുംബത്തിൽ നിന്ന് തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള പണം ഉപയോഗിച്ചിട്ടല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ യാത്രകൾക്ക് ചിലവായ തുകയെക്കുറിച്ച് വിജയൻ പോയി സതീശൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ സതീശൻ്റെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിൽ ചോദ്യങ്ങളുമായി ചെന്നു എൻ്റെ സുഹൃത്ത് മുരന്തൂക്കിൽ തോമസ് എന്ന് പറഞ്ഞ വിവരാവകാശ പ്രവർത്തകൻ MT തോമസ്. അദ്ദേഹം വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഏതൊക്കെ വർഷം വിജയനും കുടുംബവും ഉദ്യോഗസ്ഥരുമൊക്കെ പോയി എന്നുള്ളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ സതീശൻ സർക്കാർ തന്നിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു കുറവും വരുത്തിയില്ല. ഓരോ വർഷവും എത്ര തവണ പോയി. അപ്പോൾ അതിൻ്റെ ചില കണക്കുകൾ ഞാൻ പറയാം. 2016-ൽ UAE-യിലേക്ക് പോയി, 2017-ൽ ബഹ്റിൻ, 2018-ൽ 2 തവണ USA, പിന്നെ 2018-ൽ UAE, 19-ൽ UAE, 2019-ൽ നെതർലൻഡ്, 2019-ൽ സ്വിറ്റ്സർലൻഡ്, 2019-ൽ ഫ്രാൻസ്, UK, UAE, ജപ്പാൻ, ദക്ഷിണ കൊറിയ.
പിന്നെ 2022 UAE, 2023 USA, ക്യൂബ UAE, 2024 സിംഗപ്പൂർ, ഇന്തോനേഷ്യ UAE, 2025 USA, സൗദി അറേബ്യ, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, UAE. ഇതാണ് അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങൾ, രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്. അവിടെ വിജയൻ പോയ യാത്രയുടെ വിശദാംശങ്ങൾ, പോയ രാജ്യങ്ങൾ, പോയവരുടെ പേര് വിവരങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെ പേര് വിവരങ്ങളെല്ലാം തന്നു. പക്ഷേ ഈ യാത്രകൾക്കൊക്കെ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളൊരു ചോദ്യം മുരന്തൂക്കിൽ തോമസ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ചോദിച്ചിരുന്നു. സതീശൻ സർക്കാരിനോട്, പിണറായി സർക്കാരിനോടല്ല, സതീശൻ സർക്കാരിനോട് ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ സതീശൻ സർക്കാർ എന്താ ചെയ്തെന്നറിയാമോ? സതീശൻ സർക്കാർ വിവരങ്ങൾ തന്നു. പക്ഷേ ആ തന്നത് ഈ 25 യാത്രയിൽ 8 യാത്രയുടെ വിവരങ്ങൾ മാത്രമാണ് തന്നത്. അതായത് ഈ 25 യാത്രയിൽ 8 യാത്രയ്ക്ക് എത്ര രൂപ ചെലവായി എന്നുള്ള വിവരം മാത്രമാണ് മുരന്തൂക്കിൽ തോമസിന് VD സതീശൻ സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പ് നൽകിയത്. സുഹൃത്തുക്കളെ, അതിനെ തുടർന്ന് ഈ 25 യാത്രകളിൽ 8 യാത്രകൾ കഴിഞ്ഞ് ബാക്കിയുള്ള യാത്രകളുടെ വിവരങ്ങൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്ത് മുരന്തൂക്കിൽ തോമസ് പൊതുഭരണ വകുപ്പിന് അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീലിന് കിട്ടിയ മറുപടി സത്യം പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയനോട് എത്ര സ്നേഹവാത്സല്യ ബഹുമാനം ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ 25 യാത്രയിൽ ബാക്കി 8 യാത്ര കഴിഞ്ഞ് ബാക്കിയുള്ള യാത്രകൾക്ക് എത്ര ചെലവായി, വിജയൻ്റെ യാത്രകൾക്ക് എത്ര ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്ത് മുരന്തൂക്കിൽ തോമസ് ചോദിച്ച ചോദ്യത്തിന് പിന്നെ സതീശൻ സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പ് നൽകിയ മറുപടി. അത് 14/7/2026 നൽകിയിരിക്കുന്നത്. അത് ഞാനിവിടെ വായിക്കുകയാണ്. സൂചനയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. സൂചന 3 പ്രകാരമുള്ള താങ്കളുടെ അപ്പീൽ അപേക്ഷ പരിശോധിച്ചതിൽ ചുവടെ പറയും പ്രകാരം മറുപടി നൽകുന്നു. സൂചന 1 പ്രകാരമുള്ള താങ്കളുടെ അപേക്ഷയിലെ പിരിവ് 3, 4 എന്നിവയ്ക്ക് സൂചന 2 പ്രകാരം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ വിവരങ്ങൾ പരിശോധിച്ചു. 8 കൊടുത്തു, അത് പരിശോധിച്ചു. 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകളുടെയും അദ്ദേഹത്തെ അനുഗമിച്ച ബന്ധുജനങ്ങളുടെയും യാത്രാ ചെലവിനത്തിൽ ഈ വകുപ്പിൽ സമർപ്പിക്കപ്പെട്ട ക്ലെയിമുകൾ അനുവദിച്ച് നൽകിയ തുകയുടെ ലഭ്യമായ വിവരങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്, വളരെ നിർണായകമാണ്. 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകളുടെയും അദ്ദേഹത്തെ അനുഗമിച്ച ബന്ധുജനങ്ങളുടെയും യാത്രാ ചെലവിനത്തിൽ ഈ വകുപ്പിൽ സമർപ്പിക്കപ്പെട്ട ക്ലെയിമുകൾ പരിശോധിച്ച് അനുവദിച്ച് നൽകിയ തുകയുടെ ലഭ്യമായ വിവരങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. എന്തായാലും വിവരാവകാശ നിയമപ്രകാരം ഈ വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പക്കലുള്ള വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ട്. സൂചന 3 വിവരാവകാശ നിയമം 19(1) പ്രകാരമുള്ള അപ്പീലപേക്ഷ മേൽപ്രകാരം തീർപ്പാക്കുന്നു. ഈ മറുപടിയിൽ എന്തെങ്കിലും ആക്ഷേപം ഉള്ള പക്ഷം മറുപടി ലഭിച്ച് 90 ദിവസത്തിനകം വിവരാവകാശം 19(3) പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുന്നൻ റോഡ് തിരുവനന്തപുരം മുമ്പാകെ 2ാം അപ്പീൽ നൽകാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനകത്തുനിന്ന് ഇതിൻ്റെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? 25 വിദേശയാത്രകൾ 16-നും 26-നും ഇടയ്ക്ക് വിജയനും കുടുംബവും നടത്തി. ആ 25 എണ്ണത്തിൽ 8 എണ്ണത്തിൻ്റെ കണക്ക് തന്നു. ബാക്കി 17 എണ്ണത്തിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? അതിൻ്റെ ക്ലെയിമുകളെല്ലാം എന്താണ്? അദ്ദേഹത്തെ അനുഗമിച്ച ബന്ധുജനങ്ങളുടെയും യാത്രാ ചെലവിനത്തിൽ ഈ വകുപ്പിൽ സമർപ്പിക്കപ്പെട്ട ക്ലെയിമുകൾ പരിശോധിച്ച് അനുവദിച്ച് നൽകിയ തുകയുടെ ലഭ്യമായ വിവരങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 25 യാത്രകളിൽ 8 യാത്രകളുടെ മാത്രമേ വിവരങ്ങളുള്ളൂ എന്നാണോ? ബാക്കി 17 യാത്രകളുടെ വിവരം എവിടെ സതീശൻ സർക്കാരെ? അപ്പം ബാക്കി 17 യാത്രകളുടെ വിവരം സർക്കാരിൻ്റെ ഇല്ലേ? ആ 17 യാത്രകൾക്ക് ആരാണ് പണം ചെലവഴിച്ചത്? സർക്കാരല്ലേ? സർക്കാർ ഖജനാവിൽ നിന്നല്ലേ? അതിൻ്റെ വിവരങ്ങളൊന്നും ഇല്ലേ, കയ്യിലില്ലേ എന്നാണോ സതീശൻ സർക്കാർ പറയുന്നത്? അത്ഭുതകരമെന്നല്ലാതെ എന്താ സുഹൃത്തുക്കളെ നമുക്കിന് മറുപടി പറയാൻ പറ്റും? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ 17 വിദേശയാത്രകളുടെ വിവരങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള
നയങ്ങൾ ആവിഷ്കരിക്കുന്ന ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നു. ആ ഗവൺമെൻറ് പറയുന്നു ഞങ്ങളുടെ കയ്യിലില്ല എന്ന്. എന്തൊരു ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു. അപ്പോൾ സതീശ സർക്കാരിനോടൊരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ മുഖ്യമന്ത്രി നടത്തിയ 17 യാത്രകളുടെ ചെലവ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾക്കുള്ള മറുപടി എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ് ആ വിവരങ്ങൾ? അതാണ് വി ഡി സതീശൻ സർക്കാരിനോട് ചോദിക്കാനുള്ളത്. അത് തന്നേ മതിയാവൂ എന്നാണ് വി ഡി സതീശൻ സർക്കാരിനോട് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ മുരന്തൂക്കിൽ തോമസ് ചോദിച്ചിട്ട് വിവരങ്ങൾ തന്നില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ കെ എം ഷാജഹാൻ വി ഡി സതീശൻ്റെ പൊതുഭരണ വകുപ്പിനോട് വിജയൻ നടത്തിയ 25 വിദേശ യാത്രകളുടെ ചെലവ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് വി ഡി സതീശനോട് ഞാൻ പറയുന്നു, കേരള മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, അതിനുള്ള കണക്ക് തന്നേ മതിയാവൂ. കാരണം അതിന് ചെലവഴിച്ച പണം പിണറായി വിജയൻ്റെയോ വി ഡി സതീശൻ്റെയോ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല. അതെൻ്റെയും മറ്റുള്ള ജനങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചിട്ട് വിദേശയാത്രയ്ക്ക് വിജയം പോയതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് നൽകാനുള്ള ഉത്തരവാദിത്വം, ചുമതല, ബാധ്യത അത് വി ഡി സതീശൻ സർക്കാരിനുണ്ട് എന്നത് സതീശൻ സർക്കാർ മനസ്സിലാക്കിക്കൊള്ളണം. ആ വിവരം പൊതുമണ്ഡലത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കെ എം ഷാജഹാൻ എന്ന അഭിഭാഷകൻ ബാധ്യതയുണ്ട് എന്ന് സതീശനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആ വിവരങ്ങൾ കിട്ടാനുള്ള പോരാട്ടം, നാളെ വിവരാവകാശ പ്രകാരം ചോദ്യം ഞാൻ കൊടുക്കുകയാണ്. നാളെ മുതൽ എൻ്റെ പോരാട്ടം ആരംഭിക്കുകയാണ്. ആ വിവരം കിട്ടിയതിന് ശേഷമേ ആ മേഖലയിലുള്ള എൻ്റെ പോരാട്ടം അവസാനിക്കൂ എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.